നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ച് അത് ഇഷ്ടപ്പെട്ടാൽ നമ്മളത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യും. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫുഡ്സ് ഫ്രണ്ട്സിനെന്നല്ല ശത്രുക്കൾക്ക് പോലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ തോന്നില്ല. വിശന്ന് തളർന്നിരിക്കുന്ന ഒരു അപ്പന് ചിക്കൻ ബിരിയാണി കൊണ്ട കൊടുത്താൽ അതടിച്ച് കയറ്റി ഉസൈൻ ബോൾട്ട് പോലെ ചാടി ചാടി നിൽക്കും. എന്നാൽ അതേ ഉസൈൻ ബോൾട്ടിന്റെ അടുത്ത് പോയിട്ട് വീട്ടിൽ പെങ്ങളുണ്ടാക്കിയ തലേ ദിവസത്തെ മീൻകറി കൊടുത്താൽ അത് കഴിച്ച് കോളറാവുന്ന പോലെ ചുരുണ്ടുകൂടി കിടക്കും. അങ്ങനെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ ഒരുപാട് ഫുഡുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിക്കുമ്പോഴല്ല, അത് കാണുമ്പോൾ തന്നെ വയറിളക്കം വരുന്ന കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ചാണ്. ചെറിയ കാളകളുടെ തലച്ചോറ് എണ്ണയിലിട്ട് പൊരിച്ച് ബണ്ണിൽ വെച്ച് കഴിക്കുന്ന ഈ ഡിഷിന്റെ പേരാണ് ബ്രെയിൻ സാൻഡ്വിച്ച്. മെക്സിക്കോയിലും അമേരിക്കയിലും ഈ ഒരു ഡിഷ് വളരെ ഫേമസ് ആണ്. തലച്ചോറായതുകൊണ്ടും അത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ടും 6 മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡിഷാണിത്. ഈ ഒരു ഫുഡിന്റെ പേരാണ് ബലൂട്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു കോഴിമുട്ട അടയിരുന്ന് കോഴിമുട്ട പൊട്ടി അതിനുള്ളിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് വരാറാവുന്ന സമയമാകുമ്പോൾ അതെടുത്ത് അതേപടി വേവിച്ച് കഴിക്കും. നമ്മുടെ നാട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് കുറച്ച് കറികൾ ഉണ്ടാക്കുന്ന പോലെ ഫിലിപ്പീൻസിലും വിയറ്റ്നാമിലുമെല്ലാം ഈ ഒരു ഡിഷാണ് അവിടുത്തെ വീടുകളിലെ സ്പെഷ്യൽ. വലിയ വലിയ ഹോട്ടലുകളിലൊന്നും ഈ ഫുഡ് കിട്ടില്ലെങ്കിലും സ്ട്രീറ്റ് കടകളിലെല്ലാം ഈ ഫുഡ് അവൈലബിൾ ആണ്. കൊമ്പാഡിയയിലെ വളരെ പോപ്പുലറായ ഒരു സ്നാക്സ് ആണ് ഡീപ് ഫ്രൈ ടെറന്റുലോസ്. അതായത് ഡസൻ കണക്കിന് എട്ടുകാലികൾ എടുത്ത് അതിനെല്ലാം എണ്ണയിലിട്ട് പൊരിച്ച് ഈവനിങ് ടൈമിൽ ചായക്കൊപ്പം കറുമുറുന്ന് കടിച്ചു തിന്നുന്ന ഒരു ഐറ്റമാണത്. ചില ആളുകൾ ഇതിനെ ഓരോന്നോരോന്നായി കഴിക്കും. മറ്റു ചിലർ 5-6 ഒരു കമ്പിയിൽ കോർത്ത് വെച്ച് ആസ്വദിച്ച് കഴിക്കും. ജപ്പാനിലെ ടോക്കിയോയിൽ തവളകളെ വെച്ച് ഫ്രോഗ് സാഷിമ എന്നൊരു ഫേമസ് ഡിഷ് ഉണ്ടാക്കാറുണ്ട്. ഇതിനേക്കാൾ സർപ്രൈസിംഗ് എന്താണെന്നാൽ സ്ക്വിഡ് ഗെയിമിൽ VIP വരുന്ന പോലെ നിങ്ങളും അങ്ങോട്ടൊരു VIP ഗസ്റ്റ് ആയിട്ട് ചെന്നാൽ ആദ്യം നിങ്ങൾക്ക് തരുന്നത് അതിന്റെ ഹൃദയമായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ഭാഗങ്ങൾ തരിക. പ്ലം കേക്കിന് അത്രയും സൈസുള്ള ഈ ഒരു ഐറ്റമാണ് കസു മാർസു. ഇതിന്റെ പ്രത്യേകത എന്താണെന്നാൽ ഈ ബ്രെഡിലേക്ക് ആട്ടിൻ പാൽ ഒഴിച്ച ശേഷം ഫെർമെന്റേഷൻ പ്രോസസ്സിനായി കുറച്ച് പുഴുക്കളെയും അതിലേക്ക് എടുത്തിടും. ഇറ്റലിയിലാണ് ഈ ഒരു ഫുഡ് ഉള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏത് ടൈപ്പ് ഫുഡാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക.